ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ബ്രാൻഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ് ലോഗോ എന്ന് പറയുന്നത്. ലോഗോ ഡിസൈൻ ചെയ്യുന്നതിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കാറുണ്ട്. പല തരത്തിലാണ് നമ്മൾ ലോഗോനെ പെർസീവ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ലോഗോൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളും അവരുടെ ലോഗോസിനെ കുറിച്ചുമാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം ടാറ്റയെക്കുറിച്ച് സംസാരിക്കാം. ടാറ്റയുടെ ലോഗോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ടി തന്നെയാണ് ടാറ്റയുടെ ലോഗോയിലുള്ളത്. എന്താണ് ടി സിംബലൈസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വളരെ പണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ പഴയൊരു സ്റ്റൈലിൽ ഒരു ലെറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ലോഗോയിലേക്കാണ് അവർ പോയത്. അവർ കാലാകാലങ്ങളിലായി ചെറിയ ചെറിയ മാറ്റങ്ങൾ ആ ടീക്കകത്ത് തന്നെ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ടി അവർ മാറ്റിയിട്ടില്ല. ടി ഫോർ ടാറ്റ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ടി സിംബലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെങ്ത്ത്, റിലയബിലിറ്റി, അതുപോലെ തന്നെ അവരുടെ ഒരു ലെഗസി. ഈ ഒരു സാധനമാണ് ടി കൊണ്ട് അവർ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴും റിലയബിലിറ്റി എന്ന് പറയുമ്പോഴും അവരത് മീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ടാറ്റ പലപ്പോഴും റിലയബിലിറ്റിയുടെ ഒരു പര്യായമായി തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്നുള്ളത് രസകരമാണ്. എന്ത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ടാറ്റയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആളുകൾക്ക് ഒരു വിശ്വാസം പലപ്പോഴും ഉണ്ട്. ആ വിശ്വാസം അടക്കം കാണിക്കുന്ന തരത്തിലേക്കാണ് ആ ലോഗോവിൻ്റെ കെട്ടും മട്ടും ഭാവവും ഒക്കെ ഉള്ളത്. ആ ടി നമ്മളിലേക്ക് എത്തുന്നത്. ടി പലപ്പോഴും ഒരു ഗുണനിലവാരത്തിൻ്റെ മുദ്ര പോലെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊരു മുദ്ര കൂടിയാണ്. പലപ്പോഴും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫീലിങ്ങുകൾ ലോഗോസ് ആളുകളിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന അതിശക്തമായ വിശ്വാസ്യതയുള്ള ആ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറയായി ഈ ലോഗോ നിലനിൽക്കുന്നു. അടുത്തത് SBIയുടെ ലോഗോ ആണ്. കാലഘട്ടങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു ലോഗോ, ഒരു താക്കോൽ പഴുതിൻ്റെ ലോഗോ ആണ്. നമുക്കറിയാം, ബാങ്കുകൾ എപ്പോഴും ട്രസ്റ്റിൻ്റെ പര്യായമാണ്. കീ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഒരു കാര്യം ഭദ്രമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒന്ന്. ട്രസ്റ്റിനെയും റിലയബിലിറ്റിയെയും സെക്യൂരിറ്റിയെയും ഒക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ആ കീ ഹോൾ ലോഗോ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കീ ഹോൾ ലോഗോ ഇന്ന് ട്രസ്റ്റിൻ്റെ, സെക്യൂരിറ്റിയുടെ ഒരു പര്യായമാണ്. ഏതൊരാളും പലപ്പോഴും ഒരു ബാങ്കിങ്ങിനെ ആശ്രയിക്കുമ്പോൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വലിയ ബാങ്കായി SBI മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം അവരുടെ ഒരു ഫോർവേഡ് തിങ്കിങ് പ്രോസസ്സ് കൂടിയാണ്. അവരുടെ ആ ഒരു ആർച്ച് ഫോർവേഡ് തിങ്കിങ് പ്രോസസ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് അവരുടെ ലോഗോവിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ആ നീല നിറം കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയെയും സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും SBIയുടെ ലോഗോ കാലങ്ങൾ നിലനിന്നിട്ടുള്ള ഒരു ലോഗോ ആണ്. ഏത് സമയത്തും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ഓർത്തെടുക്കുന്ന ലോഗോ കൂടിയാണ്. അടുത്തത് ഇന്ത്യയിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കമ്പനി, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു ടോർച്ച് ബെയറർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അത് റിലയൻസ് ആണ്. റിലയൻസിൻ്റെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു ഫ്ലെയിമാണ്, ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം. ഈ ഫ്ലെയിം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? തീർച്ചയായിട്ടും ഫ്ലെയിം സൂചിപ്പിക്കുന്നത് ഇന്നൊവേഷനെയാണ്, മുന്നോട്ട് പോകാനുള്ള ശക്തമായ പവറിനെയാണ്, എനർജിയാണ്, ഒരു ഡ്രൈവിനെയാണ്. വളരെ അഗ്രസീവായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് റിലയൻസ്. ഏതൊരു രംഗത്താണെങ്കിലും അതിൽ മുൻപന്തിയിലെത്താൻ വേണ്ടി ശക്തമായ ഡ്രൈവ് നടത്തുന്ന, നല്ല അഗ്രസീവായി പോകുന്ന, ഇന്നൊവേഷൻ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ്. ആ ബ്രാൻഡിനെ സൂചിപ്പിക്കാൻ ഏറ്റവും മനോഹരമായ എലമെൻറ്റ് ഫ്ലെയിം തന്നെയാണ്. അത് പല തരത്തിൽ പല ഭാഗങ്ങളിലായി ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിരപ്രതിഷ്ഠ നേടാൻ റിലയൻസിന് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ലോഗോകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, കാലഘട്ടങ്ങളായി നിലനിൽക്കുന്നതാണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലായി ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ അവരുടെ ലോഗോയിൽ വരുത്താറുണ്ട്. കാലത്തിനനുസൃതമായി ലോഗോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ട് തെറ്റില്ല. പെപ്സിയുടെയൊക്കെ ലോഗോ നോക്കുകയാണെങ്കിൽ കാലങ്ങളോളം കാലഘട്ടത്തിനനുസരിച്ച് പല തരത്തിലുള്ള മാറ്റങ്ങൾക്ക് പെപ്സിയുടെ ലോഗോ വിധേയമായിട്ടുണ്ട്. കോക്കക്കോളയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ ലോഗോയിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ലോഗോവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് മിക്കവാറും അവർ അവിടെ തന്നെ നിർത്തുകയും ചെയ്യും. നിങ്ങൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ വിഷനും മിഷനും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലേക്ക്, നിങ്ങളുടെ അന്തസത്ത ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലേക്ക് ശക്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുമായിട്ട് തന്നെ ലോഗോ ഡിസൈൻ ചെയ്യണം. ആ കളറുകൾ അതിനെ പ്രതിനിധാനം ചെയ്യണം. ആ ഫോണ്ട് നിങ്ങളുടെ വാല്യൂസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ എലമെൻറ്റും നിങ്ങളും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷനെ ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്യുന്നത് ഇനി ചെറിയൊരു പരിപാടിയല്ല. അതിന് നിങ്ങൾ വാല്യൂ കൊടുക്കണം, കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ലോഗോകൾ നിങ്ങൾക്ക് ഈ രീതിയിൽ വളരെ സയൻറ്റിഫിക്കായി ഡിസൈൻ ചെയ്യണമെങ്കിൽ ബ്രഹ്മയ്ക്ക് ഒരു ഡിവിഷൻ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മാർക്കറ്റിങ്ങിൽ കൃത്യമായി റിസർച്ച് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീറ്റേഴ്സിനെ പഠിച്ചുകൊണ്ട്
ചെയ്തുകൊണ്ട് നിങ്ങളുടെ പൊസിഷനിങ് എങ്ങനെ ആയിരിക്കണമെന്ന് ഡിറ്റർമൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കളറും കോൺസെപ്റ്റും സ്റ്റോറിയും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ബുക്കും ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ബ്രാൻഡിങ് ചെറിയൊരു മീനല്ല, ബ്രാൻഡിങ് വലിയൊരു മീൻ തന്നെയാണ്. ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗ്രോ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.